അൻവറിനെ അന്വയിപ്പിക്കാനുള്ള ചർച്ചകൾ അവസാനിപ്പിച്ച് യു.ഡി.എഫ് നേതൃത്വം യു.ഡി.എഫ് സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചാൽ അപ്പോൾ ചർച്ചയെപ്പറ്റി ആലോചിക്കാമെന്നാണ് നേതൃത്വത്തിന്റെ നിലപാടിപ്പോൾ വരുന്നത്. അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, ഒരു തരത്തിലുള്ള സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്ന ഒറ്റക്കെട്ടായി തന്നെ കോൺഗ്രസ് നേതാക്കൾ നേതൃത്വമൊക്കെ തന്നെ എടുക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയുള്ള അൻവറിന്റെ നീക്കങ്ങൾ സംബന്ധിച്ചുകൂടി ലഭ്യമായ വിവരങ്ങൾ. യു.ഡി.എഫ് നേതാക്കളെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയെ തുടർച്ചയായി തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന പി.വി. അൻവറിനെ ഇനി ഒപ്പം കൂട്ടേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് എത്തുകയാണ് യു.ഡി.എഫ് നേതൃത്വം. ഇനി അൻവറുമായി ചർച്ചയില്ല. യു.ഡി.എഫ് സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ച് അൻവർ രംഗത്തെത്തിയാൽ മാത്രം എന്തെങ്കിലും തരത്തിലുള്ള പുനരാലോചന എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിലവിൽ എന്തായാലും അൻവറിന്റെ പിന്തുണയില്ല എങ്കിലും വിജയിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ യു.ഡി.എഫ് നേതാക്കൾ പങ്കുവെക്കുകയാണ്. അതിനാൽ തന്നെ ഇനിയിപ്പോൾ അൻവറിന്റെ സമ്മർദ്ദ ശക്തിക്ക് വഴങ്ങേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് രാവിലത്തെ വാർത്താ സമ്മേളനം വരെ കാത്തിരിക്കുകയായിരുന്നു യു.ഡി.എഫ് നേതാക്കൾ. ഇന്നത്തെ രാവിലത്തെ അൻവറിന്റെ വാർത്താ സമ്മേളനം അതിവൈകാരികമായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ പല കാര്യങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അൻവർ മത്സരിക്കുകയാണെങ്കിൽ പോലും അങ്ങനെ മത്സരരംഗത്തേക്ക് ഇറങ്ങട്ടെ, അത് യു.ഡി.എഫിന് തിരിച്ചടി ഉണ്ടാകില്ല. യു.ഡി.എഫിനൊപ്പം ഉണ്ടായിരുന്ന വോട്ടുകളല്ല അൻവറിന് കിട്ടിക്കൊണ്ടിരുന്നത്. അൻവറിന് ഒപ്പം ഉണ്ടായിരുന്ന വോട്ടുകൾ ഇടതുപക്ഷ വോട്ടുകളാണ്. അതിനാൽ തന്നെ അൻവർ മത്സരിക്കുമ്പോൾ അത് എൽ.ഡി.എഫിന് മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ക്ഷീണം ഉണ്ടാക്കൂ, യു.ഡി.എഫിന് പ്രശ്നമുണ്ടാകില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് യു.ഡി.എഫ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് ഒരു ആദ്യഘട്ടത്തിൽ ഇത് വി.ഡി. സതീശന്റെ മാത്രം അഭിപ്രായമായിരുന്നു എങ്കിൽ പിന്നീട് യു.ഡി.എഫ് നേതൃത്വം ഒന്നടങ്കം ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. നേരത്തെ കെ സുധാകരൻ പറഞ്ഞതുപോലെ അൻവർ ഒന്ന് അയഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ യു.ഡി.എഫിന്റെ ഭാഗത്തു നിന്നും മറ്റൊരു മയപ്പെട്ട നിലപാടുണ്ടായേനെ. പക്ഷേ ഇനി എന്തായാലും യു.ഡി.എഫിലേക്കില്ല എന്നുള്ള നിലപാട്, സതീശൻ നയിക്കുന്ന യു.ഡി.എഫിലേക്കില്ല എന്നുള്ള നിലപാട് അൻവർ പ്രഖ്യാപിച്ചതോടുകൂടി അൻവറുമായി ഇനി യാതൊരുവിധ അനുനയ ചർച്ചയും വേണ്ട, ഒരു നേതാക്കളും അത്തരം തീരുമാനവുമായി പോകേണ്ടതില്ല എന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുകയാണ്. മാത്രമല്ല അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രസ്താവനകൾക്ക് അനാവശ്യമായി പ്രതികരിച്ച് അൻവറിന് കൂടുതൽ സ്പേസ് നൽകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കൂടി യു.ഡി.എഫ് നേതൃത്വം എത്തുകയാണ്. എന്തായാലും അൻവറിന്റെ അടുത്ത നീക്കം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പ്രതീക്ഷ ചോദിച്ചത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതും. അൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒരു തീരുമാനത്തിലേക്ക് തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം നീങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശക്തമായ ഭാഷയിൽ യു.ഡി.എഫിന്, പ്രത്യേകിച്ച് യു.ഡി.എഫ് ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവിനെതിരെ അടക്കം കടുത്ത വിമർശനങ്ങൾ ഇന്ന് ഉയർത്തിയ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അൻവറുമായി സഹകരിക്കേണ്ടതില്ല എന്ന് മറിച്ചുള്ള ഒരു നിലപാടിലേക്ക് കൂടി ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം എത്തുകയാണ്.